നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഉത്കണ്ഠകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ കുറേ ആധികൾ അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്കും ഉള്ളിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞ് അവിടെ ചെന്നതിന് ശേഷം ഈ ഉത്കണ്ഠകൾക്കൊക്കെ വല്ല പ്രസക്തി ഉണ്ടായോ, അതോ അതിനൊക്കെ അപ്രസക്തമാകുന്ന രീതിയിൽ ദൈവം പരിപാലിക്കുന്നതാണോ കണ്ടത്? എങ്ങനെയായിരുന്നു അവിടെ ചെന്നിട്ടുള്ള ഈ കുട്ടികളുടെ ഒരു സാഹചര്യങ്ങൾ? ഇവിടുന്ന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ അതൊരു ദൈവപരിപാലനയുടെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു. ഞങ്ങൾ പോകാനായിട്ട് തീരുമാനമെടുത്തിട്ട് ഞങ്ങൾ പോകുന്ന തലയാഴ്ച വരെ ഞങ്ങൾ കുറേ പദ്ധതികളൊക്കെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ അവിടെ പോയാൽ ഫലപ്രദമാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഉത്കണ്ഠാകുലരായി. ഒന്നാമത്തെ കാര്യം ഭാഷയാണ്. ഹിന്ദി ആണെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് ഞങ്ങൾക്ക് തെലുങ്ക് റീജിയനിലേക്കാണ് ഞങ്ങൾ പോയത്. അത് ആന്ധ്ര ഒറീസ ബോർഡറാണ് ഞങ്ങൾ പോയൊരു പ്രദേശം. ഈ തെലുങ്ക് കന്നഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബന്ധമില്ലാത്തൊരു ഇതാണ്. എങ്കിൽ പോലും ഞങ്ങൾ തെലുങ്ക് പഠിക്കാനും ഒരു ബേസിക്കായിട്ടുള്ള ചില പ്രയറുകൾ നന്മറിഞ്ഞറിയുക പോലുള്ളതൊക്കെ തെലുങ്ക് പഠിക്കാനും പോകുന്നതിന് ഒരാഴ്ച മുമ്പാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചെല്ലുന്ന സ്ഥലത്ത് തെലുങ്ക് ഉപകാരപ്പെടില്ല. അവിടെയുള്ളവർക്ക് അറിയില്ല. അവർക്ക് കേട്ടാൽ മനസ്സിലാവുന്നല്ലാതെ അവർ അതിലൊന്നും റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ അവിടെ ഒരു സവറ എന്ന് പറഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജ് ആണ്. അതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി. പിന്നീട് ഓരോ സമയത്തും നമ്മൾ ഓരോ പോയിന്റിലും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. കാരണം അല്ലാതെ വേറെ മാർഗങ്ങളില്ല. സത്യത്തിൽ ഞങ്ങളുടെ മിഷൻ മൊത്തം ഈശോയുടെ പ്രൊവിഡൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി തന്ന ഒരു മിഷനായിരുന്നു. ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ നല്ല ഹൈലി അലർജിക്കാണ്. നെബുലൈസേഷനുള്ള പാരറ്റസ് അടക്കമാണ് ഇവിടുന്ന് പോകുന്നത്. അനു ഒരു നേഴ്സായതുകൊണ്ട് ഒരുമാതിരി എല്ലാ മെഡിസിൻസും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. പോകുന്ന സമയം മുതൽ നമുക്ക് ഓരോരോ തടസ്സങ്ങൾ ഉണ്ടായി തുടങ്ങി. പോകുന്ന അന്ന് ഞാൻ ചെറിയൊരു തലകറക്കൊക്കെ ആയിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടേഴ്സും നേഴ്സസും അവിടെ സിസ്റ്റേഴ്സും ഉണ്ട്. അവർ പറഞ്ഞു നിങ്ങൾ 2 ദിവസത്തേക്ക് മാറ്റി വയ്ക്കും. 2 ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് അടക്കം ഒന്നും കിട്ടില്ല. ആയതുകൊണ്ട് ഞങ്ങൾ യെസ് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ പോകുന്ന ട്രെയിനിലടക്കം ഒരു പരിപാലനയുടെ ഒരു പ്രത്യേക സിസ്റ്റം രൂപപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഞാൻ തലകറങ്ങി കിടക്കുന്ന ഒരു സമയത്ത് അനുവിനെ 5 കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു സിസ്റ്റം രൂപീകരിക്കപ്പെട്ടു. ആ ട്രെയിനിൽ തന്നെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അച്ഛന്മാരുണ്ടായിരുന്നു. നമ്മൾ പോകുന്നതിനെ വളരെയധികം പോസിറ്റീവായിട്ട് കാണുന്ന ചിലരൊക്കെ അതേ സ്ഥലത്ത് ഒരുക്കി തന്നു. അപ്പം അത് മുതൽ തുടങ്ങുന്ന പരിപാലന ഞങ്ങൾ തിരികെ വന്നപ്പോൾ ആ ട്രെയിൻ ക്യാൻസലായി. എന്നിട്ട് പോലും ഞങ്ങൾ ഒന്ന് കറങ്ങി തിരിഞ്ഞ് തമിഴ്നാട് വഴിയൊക്കെ വന്നിരുന്നത്. അതിൽ പോലും ആ ഒരു പരിപാലന നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിതിൽ നിന്ന് ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാം വിട്ടുകൊടുത്തിട്ടുള്ള ഒരു സമയത്ത് മാത്രമാണ് ദൈവിക പരിപാലനയുടെ ഒരു ആഴങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മളെന്തെങ്കിലും ചെയ്യണോണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം ഒത്തു വന്നുകൊണ്ടൊക്കെ നടന്നു പോകുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല.